ഇയ്യല് പോലെ പറഞ്ഞാട്ടെ ഇയ്യലും പാടം 5 അമ്മ എനിക്ക് എന്നും പാല് തരും. അതൊന്നും തന്നെയല്ല, പിന്നെ എന്തിനാ വായിക്കണേ? പാടം 6 ട്രെയിൻ അമ്മ ഇതാ അവിടെ കിടക്കുവാ. ഇങ്ങോട്ട് വന്നോളൂ. അടുക്കളയിൽ മാത്രം പണി. അമ്മ സിനിമക്കാരെ അമ്മനെ പണി ചുമ്മാ കരാറിലൊക്കെ ചുമ്മാ നടക്കുവാ. അമ്മ ഇങ്ങോട്ട് വന്നേ, ചുമ്മാ വാക്കുവാലിക്കില്ലാത്തത്. ഇങ്ങോട്ട് വന്നേ. എന്താ എന്റെ ടിറ്റു മോനെ? ഇത് നോക്കി, ഇതിനകത്തൊരു സംശയം. സംശയോ? ഇന്ന് നിന്റെ സംശയം തീർത്തിട്ടേ ഉള്ളൂ, പറ. അതെ, ഈ ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു. എന്നാ ഇതല്ലേ? എങ്ങനെ? ട്രെയിൻ നീളത്തിൽ ഇങ്ങനെ ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു. എന്നാ ഇതല്ലേ? അതിലിപ്പോ എന്നാ? ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നെങ്കിൽ ട്രെയിനെ കൊണ്ട് എവിടെ കൊണ്ട് നിർത്തിയിടും. എന്റെ ദൈവമേ, ഇവന്റെ ഒരു കാര്യം. നീ ഇത്രയും വലിയ കാര്യം ഒന്നും ആലോചിക്കണ്ട. പാഠം നാളെ പഠിക്കാനുള്ള എല്ലാം ഉറക്കെ വായി. ഇപ്പൊ അച്ഛൻ വരും കേട്ടോ. അച്ഛൻ വന്നെനിക്ക് പേടി. എനിക്ക് എന്റെ ദൈവമേ, നീ എന്തിനാണ് അച്ഛനെ ഇങ്ങനെ പേടിക്കുന്നത്? അത് ഞാൻ ഇടയ്ക്ക് ഇത്തിരി കള്ളു കുടിക്കുന്നല്ലേ ഉള്ളൂ. ചിലപ്പോ കുടിച്ചു കഴിഞ്ഞാൽ 2 അടി അടിക്കും, അത്രല്ലേ ഉള്ളൂ. അതെ, അതല്ല, അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ പാടം എന്നോട് ഉറക്കം വായിക്കാൻ പറയൂലേ? എടാ മോനെ, പാടം ഉറക്ക വായിക്കുന്നത് നല്ലതാ, എല്ലാം ഓർമ്മ നിക്കും. നാളെ പഠിച്ചോണ്ട് പാടം എന്നറിയാമോ? ഏതാ? പാടം 7 അത് ഉറക്കം വായിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ തലവണ്ടി അടിച്ചു വിളിക്കും. എടാ, പാടം 7 ഉറക്ക വായിക്കുന്നതിന് എന്നാ കുഴപ്പം? അമ്മ, പാടം 7 തന്നെ അറിയാമോ? ഏതാ? കുറുക്കൻ. അതിനിപ്പോ എന്നാ? കുറുക്കൻ എന്ന് പറഞ്ഞാ എന്താന്നോ? അച്ഛന്റെ ഇരട്ടപ്പനാണ് കുറുക്കൻ. അപ്പൊ പിന്നെ ഉറക്കം വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തലയില് അമ്മയുടെ തലയും കൂടി തല്ലിപ്പൊളിക്കും. അത് നേരാ, നീ അത് ഉറക്ക വായിക്കണ്ട. ചിലപ്പോ നിന്റെ അല്ല എന്റെ തലമണ്ടെ തല്ലിപ്പൊളിക്കും. ഈ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളെ. ഈ നാട്ടിൽ എന്തോരം മൃഗങ്ങളുണ്ട്. കുതിര, ആന, പശു, കഴുത. ഇതിന്റെ ഒന്നും പാടം ഇറക്കാതെ ഈ കുറുക്കന്റെ പാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്ത് ചെയ്യാനാ നോക്കണേ? മോനത് വായിക്കണ്ട. ഈ അച്ഛനെ നാട്ടുകാര് മൊത്തം ഇങ്ങനെ കുറുക്കാന്ന് വിളിക്കണ അതൊരു വലിയ രഹസ്യമാ. എന്നിട്ട് പരസ്യമായിട്ടുള്ള നാട്ടുകാരിങ്ങനെ വിളിക്കണ. അത് പിന്നെ വിളിച്ചങ്ങ് പരസ്യമായി പോയതാ. അല്ല, എന്തിനാ കുറുക്കാന്നൊക്കെ വിളിക്കണേ? എന്നതിനത്? അതെന്താന്നറിയാമോ? മോന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കോഴിമോഷണമായിരുന്നു ജോലി. അയ്യേ, മോന്റെ അച്ഛൻ മാത്രമല്ല, മോന്റെ അച്ഛനും അപ്പൂപ്പനും മുത്തച്ഛനും മുത്തച്ഛന്റെ അപ്പൂപ്പനും മുത്തച്ഛന്റെ മുത്തച്ഛനും അങ്ങനെ പരമ്പരാഗതമായിട്ട് കോഴിമോഷ്ടാക്കളായിരുന്നു എല്ലാരും. അപ്പൊ എനിക്കൊരു സംശയം, ഞാനും വലുതായി കഴിയുമ്പോ കോഴിക്കള്ളനായി മാറും. അതുകൊണ്ടല്ലേ ഈ അമ്മ ദിവസവും പ്രാർത്ഥിക്കുന്നത്, നീ വലുതാവല്ലേ എപ്പോഴും ഇങ്ങനെ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണേന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ വല്ലാണ്ട് ചെറുതായി പോണേ. അതാണ് എന്റെ പ്രാർത്ഥനയുടെ ഫലം. അതൊക്കെ പോട്ടെ, എന്നിട്ട് അമ്മ ബാക്കി പറ. ഒരു ദിവസം രാത്രി നിന്റെ അച്ഛൻ പതുങ്ങി കോഴിയെ മോഷ്ടിക്കാൻ എന്റെ വീട്ടിലെത്തി. അങ്ങനെ കോഴിയെ മോഷ്ടിക്കാൻ പതുങ്ങി വന്ന അച്ഛനെ ഞാൻ ചാടി അങ്ങ് പിടിച്ചു. അന്ന് പിടിച്ച പിടി ഞാൻ ഇന്ന് വരെ വിട്ടിട്ടില്ല ടിറ്റു മോനെ. അത് ശരി. അപ്പൊ അമ്മയില് കുഴപ്പമുണ്ടാക്കിയോ? എന്നാ കുഴപ്പം? അമ്മ കേറി പിടിച്ച പിടി അങ്ങോട്ട് വിടണ്ടായിരുന്നു. അതിനെത്തിനാ? അങ്ങനെ വിട്ടായിരുന്നെങ്കിൽ ഞാൻ കടക്കാര് വായിക്കൊണ്ട് കുറുക്കന്റെ മോനെ പറ. അതെങ്ങാനും കേട്ടോണ്ട് വന്നാ മതി നിന്റെ അച്ഛൻ. നമ്മുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാ. നിനക്കറിയാലോ, ആ വടക്കേതിലെ കുമാരൻ അറിയാതെ കുറുക്കൻ എന്നൊന്ന് പറഞ്ഞു പോയതാ. പിന്നെ 3 ദിവസം കഴിഞ്ഞാ ബോധം വീണത്. കുമാരന്റെ അല്ല, നിന്റെ അച്ഛന്റെ. ആ കുമാരൻ എടുത്തിട്ട് ഇടിച്ച ഇടിയൊന്ന് കാണായിരുന്നു. പോട്ടെ, നീ പാഠം വായിക്കും. ഒരു പ്രാവശ്യം വായിച്ചാ മതി. പാഠം 7 കുറുക്കൻ. പട്ടികൾ ഓരിയിരുന്നു, എന്റെ ദൈവമേ, നീ അത് വായിക്കണ്ട. ഈ പേപ്പർ നിറച്ചു കുറുക്കന്മാര്. നീ ഒരു കാര്യം ചെയ്യ്, ഈ കുറുക്കനെ അങ്ങ് വിഴുങ്ങിയേരും. എടാ കുറുക്കന്റെ മോനെ, കുറുക്കനെ വിഴുങ്ങാന്ന് പറഞ്ഞാ ഈ കുറുക്കൻ എന്ന വാക്ക് മാറ്റി ബാക്കി വായിക്കേ, അപ്പൊ കറക്റ്റാ. അച്ഛൻ പറഞ്ഞ പോലെ അമ്മയുടെ തലക്കകത്തുണ്ട് എന്തോന്ന്? മണ്ണ്, ബുദ്ധി. വായിക്ക്. ഞാൻ പാഠം 7. അതിനതാ? അത് വിഴുങ്ങിയതായിരുന്നു കുറുക്കനെ. ശരി, വായിച്ചോ. പാഠം 7. ഇന്നും കുടിച്ചോണ്ടാണോ വന്നിരിക്കുന്നത്? എന്തുവാ ഇത്? എന്താ പ്രശ്നം?
ഇവൻ എന്തു തന്നെ വിളിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചു. എന്തുവാ വിളിച്ചത്? ഞാനൊന്നും വിളിച്ചില്ല പെങ്ങളെ. ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾ ചോദിച്ചതാ. ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടം. അങ്ങനെ ഒരു ഉപകാരമല്ലേ ചോദിച്ചോ? കൂട്ടുകാരുടെ വീട്ടിലേക്കുള്ള വഴിയല്ലേ ചോദിച്ചുള്ളൂ. ഒന്നുകൂടെ അയ്യോ, എടി ഇവനെന്തു തന്നെ വിളിച്ചെന്ന് നീ ചോദിക്കും. എന്തുവാ നിങ്ങൾ ചോദിച്ചത്? എന്റെ പെങ്ങളെ, എന്റെ വീട് ഇവിടെയല്ല, അങ്ങ് കണ്ണൂരാ. ഞാൻ ഈ കുറുക്കഞ്ചേരിക്കുള്ള കുറുക്ക് വഴി ചോദിച്ചു. അതിനാണ് ഇയാൾ. എന്താണോ നീ എന്റെ പൊന്നു സുഹൃത്തെ, ഒരു പ്രശ്നമുണ്ട്. അതെ, കുറുക്കൻ എന്നുള്ളത് അതിയാന്റെ ഇരട്ടപ്പേരാ. അതുകൊണ്ട് കുറുക്കൻ എന്ന് വിളിച്ച് അങ്ങനെ വയലന്റ് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. സോറി. അയ്യോ ഏട്ടാ, അറിയാണ്ട് വിളിച്ചു പോയതാ. സോറി. നീ ഒന്നും സോറി. മാപ്പ്. അങ്ങനെയല്ല, കെട്ടിപ്പിടിച്ച് മാപ്പ് പറയണം. മാപ്പ് പറയണം. സന്തോഷമുള്ള ഞാൻ ഇവിടെ തല്ലി. വലിയ അലമ്പോഴല്ലേ പോയി. സോറി ഏട്ടാ, അറിയാണ്ട് സോറി. ഇതൊന്നും പറയണ്ട, നീ പോയിക്കോ. സോറി. എന്നാലും എന്തോ ഒരു വിഷമമുണ്ട്. ആർക്ക്? എന്നോട് എന്തോ ഒരു വിഷമമുണ്ട് ചേച്ചി. എനിക്കൊരു എന്തോ വിഷമമുണ്ട്. സോറി. നീ ഒരു മാപ്പും പറയണ്ട. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചിരിച്ചിട്ട് പോകാൻ പറയണം. ഇത് വലിയ അലമ്പായി. അറിയാണ്ട് പറ്റിപ്പോയതാ. പ്ലീസ് ഒന്ന് ചിരിച്ചേരെ. എനിക്ക് അറിയത്തില്ല. പ്ലീസ്. സമാധാനമായി പോട്ടെ. അറിയാൻ പാടാത്തോണ്ടാ. സോറിടാ, കാണാം. എന്ത് തങ്കപ്പെട്ട കൊച്ചനല്ലേ. നമുക്കൊരു മോളുണ്ടായിരുന്നു, അവനെ കൊണ്ട് കെട്ടിക്കല്ലേ. പിന്നല്ലാതെ നല്ല സ്വഭാവ. ഇപ്പൊ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ എന്തായാലും പോയനെ. ഞാൻ എടുത്തോളാം, കെട്ടടാ. നമ്മുടെ മോനെന്ത് അവനെ കൊണ്ട് വിളിച്ച്? അവൻ പാടമൊക്കെ നന്നായിട്ട് പഠിച്ച് കിടന്നുറങ്ങുവാ. എടി, ഞാൻ വന്നിട്ട് കിടന്നുറങ്ങാനുള്ള അവനോട് ഞാൻ പറഞ്ഞാണല്ലോ. പിന്നെന്താ, അവനിപ്പൊ കിടന്നല്ലേ, ഇനിയിപ്പൊ വിളിക്കണ്ടെന്നേ. ആഹാ, അങ്ങനെ കിടന്നുറങ്ങാൻ ശരിയാത്ര. വിളിച്ചോണ്ട് പാടി അവന്. മോനെ ടിറ്റു. എന്റെ പുല്ലാന്റെ മോനിങ് വന്നേ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? അടിപൊളിയായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിരുന്നല്ലേ? സിമ്പിൾ ആയിരുന്നു, എളുപ്പമായിരുന്നു. അപ്പൊ ഈ വർഷം മോൻ ജയിക്കും. ചോദ്യം എളുപ്പമായിരുന്നു, ഉത്തരവൊക്കെ ഭയങ്കര പാടായിരുന്നു. അതെന്താ? അങ്ങനെയായിരുന്നു. ആണോ? ഒരു കാര്യം ചെയ്യും, ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ അച്ഛൻ, അറിയട്ടെ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് യൂസബിൾ വേർഡ്സ്. മനസ്സിലായോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? അതും ഇതും പറയാല്ല. ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുണാനിധി ആണെന്ന് ഇപ്പൊ ഷാപ്പിൽ പറഞ്ഞാണ്. എന്റെ അമ്മച്ചാണ് നീതി ശാഖോൻ പറഞ്ഞ. IM വിജയൻ കേരളത്തിന്റെ ഡാഷാണ്. IM വിജയൻ ക്രിക്കറ്റുകാരനാണോ? എടാ, IM വിജയൻ നീന്തൽ താരമാണ്, നീന്തൽ താരം. മനസ്സിലായോ? നീ ഇന്നലെ നമ്മൾ പഠിച്ച പാഠം ഏതാ? 6. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണ പാഠം ഏതാ? അതിന് ഇടയ്ക്കുള്ള 7 വഴി പാമ്പാട്ട് നടക്കും. ശരി. എടാ, ആദ്യം ഇതും പറയാൻ നീ 7ാമത്തെ പാഠം വായിക്കുന്നു. ഞാൻ പറയുന്നേക്കട, 7ാമത്തെ പാഠം വായിക്കുക. അവൻ നമ്പറും കൊണ്ട് ഇറങ്ങിയിരിക്കുക അവൻ. ആ പാഠം 7 അങ്ങോട്ട് വായിച്ചാൽ മതി. എന്താ ആരാ? ചോറിന്റെ കാര്യം അവിടെ ആയിക്കട്ടെ. ആദ്യം നീ പാഠം വായിക്കുക. 7ാമത്തെ പാഠം അങ്ങോട്ട് വായിക്കും. ഞങ്ങളുടെ സ്കൂളിലെ ബോർഡിൽ പിള്ളേര് എഴുതി വെച്ചിരിക്കുന്നു. ഗോമതി ടീച്ചറും വാസുദേവൻ സാറും കൂടെ കൂടി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു. ഞാനത് മാറ്റി കളഞ്ഞാ. അതാണ് മോനെ ഗുരുഭക്തി. ഗുരുഭക്തി വേണം. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഗുരുഭക്തി വേണം. ഈ അച്ഛൻ ഈ സ്ഥിതിയിലെത്തിച്ച് ഗുരുഭക്തി വരണം. മനസ്സിലായി? എന്നിട്ട് ഞാനുണ്ടല്ലോ, എന്നിട്ട് അവർ ചോക്ക് എടുത്തോണ്ട് വന്ന് നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള വലിയ മതിൽ അതിൽ ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു. ഗോമതി ടീച്ചറും വാസുദേവൻ സാറും കൂടെ കൂടി ഇങ്ങനെയൊക്കെ ആറുന്നു പറഞ്ഞു. ഞാൻ എഴുതി വെച്ചു. ആവശ്യമില്ലാത്ത പണിക്ക് പോയിരിക്കുന്നു. നീ പുസ്തകം വായിക്കണം. അപ്പൊ ഗോമതി ടീച്ചറുടെ കാര്യത്തിന് പോയിരിക്കുന്നു. നീ പുസ്തകം വായിക്കും. രാത്രി 12 മണി. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഇവിടെ പറഞ്ഞേ, നീ 7ാമത്തെ പാഠം വായിച്ച് ഒന്ന് കൊല മറ്റേ ഈ ചുരുണ്ട മുടി വെച്ച് ഇങ്ങനെ ഞെളിഞ്ഞടക്കണ പെണ്ണുമ്പിള്ളേ? അതല്ല, ഞെളിഞ്ഞ മുടി വെച്ചിട്ട് ചുരുണ്ട നടക്കണ ടീച്ചർ. ആ ടീച്ചർ ആരാണെന്ന് അറിയാമോ? ഒരു ദിവസം ഞാനും അച്ഛനോട് കൂടെ കവലിക്ക് പോയില്ലായിരുന്നു. കവലിക്ക് പോയപ്പോ ഞാൻ ഇങ്ങനെ മുട്ടായി
പഠിക്കാനായിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ അപ്പൊ അച്ഛനിങ്ങനെ ഒരു പെണ്ണ് നടന്നു പോയപ്പോഴത്തേക്കും ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ നോക്കിയെന്നില്ലായിരുന്നു. അപ്പൊ ആ കട അങ്ങനെ നോക്കിയിരുന്നപ്പോ കടക്കാരനെ ചണ്ടിക്കുഞ്ഞ് എന്തിനാടാ ടീച്ചറിന്റെ നേരെ വായി നോക്കി നിൽക്കുന്നത് ചോദിച്ചു ടീച്ചർ. അമ്മച്ചി കേൾക്കുമെന്ന് പറഞ്ഞില്ല. നീ പുസ്തകം വായിക്കും. ഈ ഗോമതി ടീച്ചർ ഉണ്ടല്ലോ, ഈ ഗോമതി ടീച്ചർ എപ്പോഴും അച്ഛന്റെ കാര്യം ചോദിക്കും. അച്ഛന്റെ കാര്യം ചോദിക്കും. കോമഡി ടീച്ചർ എന്നാ പറഞ്ഞു അച്ഛന്റെ കാര്യം? ഗോമതി ടീച്ചർ പറയാനേ, ഇനി നീ ഏത് കരുതേട മോനാടാ, നീ ഏത് കരുതേട മോനാടാ. പുസ്തകം വായിക്കണം. അച്ഛനെ തല്ലുന്നതാ. വായിക്കണം, പുസ്തകം വായിക്കണം. രാത്രിയായപ്പോ പാതിരാത്രി 12 മണിയായപ്പോ പട്ടികൾ ഓടി. ഈ പട്ടികളിലൂടെ അതിന്റെ വീട്ടിൽ ചെന്ന് എന്നിട്ട് നീ എന്താ വായിച്ചു തീരാ? ഈ പുസ്തകത്തിൽ നോക്ക് വായിക്കും. അതിന്റെ ഇടയ്ക്ക് കൂന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതാരാ കൂന്നെന്നുള്ള അങ്ങോട്ട് വായിക്കും. നീ ഇതൊന്നും മുള്ളണ്ട, നീ പുസ്തകം വായിക്കും. പുസ്തകം വായിച്ചു. കൂന്നാരാന്ന് പറഞ്ഞിട്ട് നീ മുള്ളേ. 12 മണി എവിടെ? 12 മണി പട്ടികൾ ഓടി. പിന്നെ ഓടിയപ്പോ ആരാ കൂന്നെന്ന് പറയടാ. ആരാ കൂന്നെന്ന് പറയടാ. ആരാണോ കൂന്ന? പട്ടികളോടി. അതൊക്കെ പോട്ടെ, നീ പുസ്തകം രാത്രി 12 പട്ടികളും ഓടി. എടാ പട്ടി ഓടുവോ ചാടുവോ തലകുത്തി മറിയോ അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ ഇപ്പൊ ഏത് തെണ്ടിയാ കൂയെന്ന് പറ. വായിക്കട അങ്ങോട്ട്.